ഇതിങ്ങനെ കുണച്ചാൽ മതി, ഇങ്ങനെ കുത്തിയിരുന്ന് കുണച്ചാൽ മതി. ഹലോ ഗൈസ്, അപ്പോൾ ചിന്നു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിന്നു ഇപ്പം എൻ്റെ കൂടെ ഇല്ല, പക്ഷേ ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യേണ്ട ഞാനാണ്. കാരണം എൻ്റെ പെണ്ണിനെയാണ് അവൻ ഒരു ഉദയകുമാർ എന്ന് പറഞ്ഞ ചെറ്റ. അവൻ വീഡിയോക്ക് താരം ഇട്ടിരിക്കുന്നത് ഇറങ്ങി പോടി നാറി, നാളില്ലാത്ത ഊളകളെ. നീ ആരുടെ എൻ്റെ പെണ്ണുമ്പിളെ നാറി എടി എന്നൊക്കെ വിളിക്കുക? നിൻ്റെ വീട്ടിൽ നിൻ്റെ പെണ്ണുമ്പിളുണ്ടെങ്കിൽ നിൻ്റെ പെണ്ണുമ്പിളെ നിൻ്റെ മോളെ പോയി വിളി. ഇപ്പം എൻ്റെ ഉദയകുമാർ മോനെ ഇനി മേലെ നീ കമൻറ്റ് പോലെ വിട്ട ഇമാതിരി കമൻറ്റ് എൻ്റെ വീഡിയോക്ക് താരം വന്നാൽ നിന്നെ സത്യമായിട്ട് ഞാൻ പൊരിപ്പിക്കും ഇട്ട്. നിന്നെ മാത്രമല്ല, നിന്നെപ്പോഴത്തെ കുറേ വാണങ്ങൾ ഇതേപോലത്തെ കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. ഒരു പെണ്ണിനെ മോശമായിട്ടുള്ള രീതി പല വാക്കുകളും വിളിക്കും മോശമായിട്ട്. ബാഡ് കമൻറ്റ് ഇട്ടോ, പക്ഷേ അത് വെച്ച് അത് ഒരുമാതിരി ഒരു പെണ്ണിനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊന്നും ആവരുത്. അതേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള അർഹത എല്ലാം ഉണ്ട് സോഷ്യൽ മീഡിയ, അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ബാഡ് കമൻറ്റൊക്കെ ഇടാം. എന്ന് വെച്ച് ഒരു പെണ്ണിനെ എന്താ പറയുക, ഒരു പെണ്ണിൻ്റെ നീമാർ ഏറ്റവും താഴ്ന്ന രീതിയിലൊന്നും കമൻറ്റ് ഇടാൻ നിൽക്കരുത്. കാരണം അത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ട് നിൽക്കണമെന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം റിയാക്ട് ചെയ്യുന്നത്. കാരണം നീ എടി പൊടി എന്നൊക്കെ നിൻ്റെ വീട്ടിലെ നിൻ്റെ പെണ്ണുമ്പോൾ പോയി വിളിച്ചാൽ മതി, അല്ല എൻ്റെ പെണ്ണിടത്തൊന്നും വേണ്ട, കേട്ടല്ലേ? നിനക്ക് വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നീ കാണുകയും വേണ്ട, ഒന്നും വേണ്ട. നീ സ്കിപ്പ് അടിച്ചു, അല്ലെങ്കിൽ നീ ബ്ലോക്ക് ചെയ്തു. നീ എന്തിനാ വീഡിയോ കാണാൻ നിൽക്കുന്നത്? കുത്തിയിരുന്ന് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ഇപ്പം എൻ്റെ വീഡിയോ എന്നല്ല, ഇപ്പം ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന പലരുടെ അക്കൗണ്ടിൻ്റെ പുറകെ പോയി ഇതേപോലെ വാണത്തര ഇടുന്ന കമൻറ്റ് ഇടുന്ന കുറേ അവന്മാരുണ്ട്, നമുക്കറിയാം. ആ പെണ്ണിനെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ കുറ്റപ്പെടുക ആ രീതിയിലേക്കായിരിക്കും അവന്മാരുടെ കമൻറ്റ് ഇടുന്നത്. വെറും വെറും മോശം വാക്കുകളൊക്കെ ആയിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കമൻറ്റ് ഇടുമ്പോൾ പൊന്നുമോൻ ഓർക്കണം ഇനി ഇതേപോലെ റിയാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് മോൻ ഇനി ഒരു വീട്ടിൽ നിന്ന് താഴെ വന്ന് ഇമാതിരി കമൻറ്റ് ഇടാൻ നിൽക്കരുത്, കേട്ടല്ലേ? ഇതിങ്ങനെ കുണച്ചാൽ മതി, ഇങ്ങനെ കുത്തിയിരുന്ന് കുണച്ചാൽ മതി. നീ ഇതേപോലെയൊക്കെ നിൻ്റെ ഫാമിലി ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് കാണിക്കുമോ? ഇതേപോലെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നിനക്ക് കാണിക്കാൻ പറ്റുമോ? നീ കാണിക്കുമ്പോൾ നിൻ്റെ പെണ്ണുമ്പോൾ ഇതേപോലെ താഴെ ഒന്ന് പറയാൻ മതി, ഇതേപോലെ കമൻറ്റ് ഇടും. നിൻ്റെ പെണ്ണുമ്പോൾ ഞാൻ പല മോശമാക്കി പറഞ്ഞ് ചിലപ്പോൾ കമൻറ്റ് ഇട്ടൊന്നും നീക്കാം. അപ്പോൾ നീയും റിയാക്ട് ചെയ്തേ കണക്ക്, അത്രേ നമ്മളും ചെയ്യുന്നുള്ളൂ. എന്തായാലും ചെറ്റേ, ഞാനിപ്പോൾ പോകുന്നു. നിനക്ക് ഇനി എന്തെങ്കിലും കമൻറ്റ് ഇടാൻ തോന്നുകയാണെങ്കിൽ ഇട്, ഞാൻ അതിന് റീപ്ലൈ ആയിട്ട് വരാം, കേട്ടാ. ടാറ്റാ.